ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മുടിയുടെ ഭാഗങ്ങളൊക്കെ വരച്ച് തുടങ്ങാൻ പോവാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിന് കുറച്ച് ഭാഗം വരയ്ക്കാനുണ്ട്. നമ്മൾ ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കുന്നത്, അതായത് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം, അതായത് നമ്മൾ സമയത്ത് വരച്ച് പോകേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ വരച്ച് തീർക്കുക. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട്ലൈൻ്റെ 10B പെൻസിലുകൾ ഉപയോഗിച്ചാണ് മുടി വരയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഫോട്ടോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത്യാവശ്യം നല്ല കറുത്തിട്ട് തന്നെയാണ് മുടിയുടെ ഭാഗങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഇടയ്ക്കൊന്നും ലൈറ്റ് ഇരിക്കുന്ന ഭാഗങ്ങളോ അങ്ങനെയുള്ള ഏരിയാസ് ഒന്നുമില്ല. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഏതാണോ, ഡാർക്ക് കൂടിയ പെൻസിൽ ഏതാണോ അത് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ണൊക്കെ വരയ്ക്കാൻ നമുക്ക് അടുത്തൊരു പാർട്ട് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ സമയമെടുത്ത് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെയാണത്. അപ്പം അടുത്തൊരു പാർട്ട് കൊണ്ട് ഈ ഡ്രോയിങ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മാലയുടെ ഭാഗങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അതുപോലെ കമ്മൽ, മൂക്കുത്തി, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത് ഓരോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. നമുക്കത് എടുത്ത് നിൽക്കുന്ന രീതിയിൽ വരയ്ക്കണമെങ്കിൽ നല്ല സമയമെടുക്കും. അപ്പോൾ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ ഭാഗങ്ങളൊന്നും വരയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് വരയ്ക്കണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ആ ഓരോ കോളം നോക്കിയിട്ട് ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് ഫേസ് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ. നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാം. നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഭാഗങ്ങളൊക്കെ ഏതാണോ അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും വരയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ മാല കാര്യങ്ങളൊക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സമയം എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അതിൻ്റെ അകത്ത് ഓരോ ചെറിയ ചെറിയ വർക്കുകളാണ്. നമുക്ക് മാലയുടെ ഭാഗങ്ങളൊക്കെ വരയ്ക്കാൻ നല്ല സമയം എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നില്ല അങ്ങനെ കാര്യങ്ങളൊന്നും. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫേസാണ്. അപ്പോൾ നമുക്ക് ഫേസ് എത്ര നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ അത്ര നല്ല രീതിയിൽ വരച്ചെടുക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് ഫേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഷെയ്ഡിങ്ങിനെ കുറിച്ച് പറയാം, കണ്ണ് വരയ്ക്കേണ്ട രീതിയെക്കുറിച്ച് പറയാം. അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഓരോ വീഡിയോക്കകത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് വരച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് അത് ഞാൻ നിങ്ങളുടെ ആ സംശയങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം ഓരോ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് ഇനി എന്ന് പറയുന്നത് തന്നെ മാലയുടെ ഭാഗങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു ഡിസൈൻ എന്ന് തോന്നുന്ന രീതിയിൽ മാത്രമേ വരച്ച് പോകുന്നുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ നല്ല സമയത്ത് തന്നെ ആ ഓരോ കോളം നോക്കിയിട്ട് വരച്ച് പോയാൽ മതി. അപ്പോൾ നമ്മുടെ സമയക്കുറവ് മൂലം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരുപാട് ഒരു അതേപടി, അതായത് നമ്മളെ ഫോട്ടോ കാണുന്ന അതേപടി ഞാൻ വരയ്ക്കുന്നില്ല. ആ ഡിസൈൻ നിങ്ങൾക്ക് അതേപടി വരയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സമയമെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാർട്ട് കണ്ടിട്ട് വരച്ച് നോക്കുക. വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക, അതിലെ മെസ്സേജായിട്ട് ചോദിക്കുക. പിന്നെ ഓരോ പാർട്ട് നിങ്ങൾ വരച്ച് നോക്കിയിട്ട് എനിക്ക് അത് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് അയച്ചു തരിക ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയയ്ക്കുക. പിന്നെ അടുത്ത പാർട്ടോടെ നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്.